കരുവന്നൂർ തട്ടിപ്പ് കേസിൽ CPM കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാടയും മധു അമ്പലപുരവും ED ഓഫീസിൽ ഹാജരായി. ഇരുവരോടും ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ED സമൻസ് നൽകിയിരുന്നതാണ്. ജിജീഷ് കരുണാകരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജിജീഷ്, ഇവരെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? അനു, ഇവരുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം ഘട്ടത്തിൽ നിർണായകമായ ഒരു നീക്കങ്ങളിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. പ്രധാനമായും ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചാണ് രണ്ടാം ഘട്ടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇവരിൽ പലരെയും ചോദ്യം ചെയ്തിരുന്നു. ഈ കൗൺസിലർമാരായ അനൂപ് ഡേവിസ് കാടയാണെങ്കിലും മധു അമ്പലപുരവുമെല്ലാം നിരവധി തവണ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിന്റെ ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യലിന് വിധേയരായ ആളുകളാണ്. മാത്രമല്ല, അനൂപ് ഡേവിസ് കാട മുൻ മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ CPM നേതാവുമായ AC മൊയ്തീന്റെ ഏറ്റവും അടുത്ത അനുയായിയുമാണ്. പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ, ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പലരും ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഇടപെടലുകളും നടത്തിയിരുന്നത് ഈ കൗൺസിലർമാർ വഴിയായിരുന്നു. പ്രത്യേകിച്ച് PR അരവിന്ദാക്ഷൻ അടക്കമുള്ള ആളുകളുമായി ഇവർ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഒരിക്കൽ കൂടി ഇവരെ വിളിച്ചു വരുത്തുന്നത്. മാത്രമല്ല, ഈ അന്വേഷണം തുടരുന്ന ഘട്ടത്തിൽ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് കൂടി ഒരിക്കൽ കൂടി അന്വേഷണം എത്തുകയും ചെയ്യുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുൻമന്ത്രി AC മൊയ്തീനെ വൈകാതെ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ MK കണ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് MK കണ്ണനിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു. ഒരിക്കൽ കൂടി നേരത്തെയും MK കണ്ണനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. ഈ നേതാക്കളിലൂടെ, കാരണം നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവരെല്ലാവരും തന്നെ ചെറുമീനുകൾ പരൽ മീനുകൾ മാത്രമാണ്. വൻ സ്രാവുകൾ ഇപ്പോഴും അന്വേഷണ പരിധിക്ക് പുറത്താണ് ഉള്ളത്. കാരണം ഈ ചോദ്യം ചെയ്യുന്ന AC മൊയ്തീൻ അടക്കമുള്ളവരെ ചോദ്യം ചെയ്തതിന് ശേഷമായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നിർണായകമായ ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവരിലൂടെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക് തന്നെയാണ് ഇതിന്റെ സാമ്പത്തിക ലാഭമുണ്ടാക്കിയ ആളുകൾ. കരുവന്നൂരിൽ അനധികൃതമായി വായ്പകൾ അനുവദിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടിരുന്ന ആളുകൾ, മുഖ്യ പ്രതി P സതീഷ് കുമാർ എന്ന വിളപ്പായ സതീഷിനുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന ആളുകൾ എന്നിവരിലേക്കെല്ലാം തന്നെയാണ് അന്വേഷണം എത്തുന്നത്. അത് ഈ അനൂപ് ഡേവിസ് കാടയിലൂടെ, മധു അമ്പലപുരത്തിലൂടെ അത്തരത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് വിദേശത്തടക്കം വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും വ്യവസായങ്ങളും ഇതിൽ പല പ്രതികൾക്കും ഉണ്ടായിരുന്നു. കരുവന്നൂരിൽ നേരത്തെ അറസ്റ്റിലായ പല പ്രതികൾക്കും ഉണ്ടായി. PR അരവിന്ദാക്ഷൻ അടക്കം വിദേശത്ത് നിക്ഷേപങ്ങൾ നടത്തിയിരുന്നു. വിദേശത്ത് ചില വ്യവസായ ആവശ്യങ്ങളുടെ ഭാഗമായി നിരന്തരം യാത്ര ചെയ്തതിന്റെ വിവരങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിശദമായ ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട പ്രതികളുടെ പങ്കാളിത്തം എല്ലാം തന്നെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടാം ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഈ ഒരു ഭാരവാഹികളടക്കം, ബാങ്കിന്റെ ഭാരവാഹികളിലടക്കം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് സാമ്പത്തിക തിരിമറികൾക്ക് കൂട്ടുനിന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. മാത്രമല്ല, CPMന് നിരവധി അക്കൗണ്ടുകൾ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നതിന്റെ വിവരങ്ങൾ അന്വേഷണത്തിൽ വെളിപ്പെട്ടിരുന്നു. പല പേരുകളിൽ നിരവധി തുകകൾ നിരന്തരമായി തന്നെ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്ന, ഇടപാടുകൾ നടത്തിക്കൊണ്ടിരുന്ന അത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ, കാരണം നേരത്തെ തന്നെ CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസിനെ നിരവധി തവണ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നു. ഈ പാർട്ടിക്ക് നേരിട്ട് ബന്ധമില്ല, ഈ സാമ്പത്തിക ഇടപാടുകളിൽ പാർട്ടി ബന്ധപ്പെട്ടിട്ടില്ല എന്ന് MM വർഗീസ് ആവർത്തിക്കുന്ന ഘട്ടത്തിൽ പോലും CPMന്റെ വിവിധ ഘടകങ്ങൾ, പ്രാദേശിക ഘടകങ്ങൾ അടക്കം ഇത്തരം അക്കൗണ്ടുകളുടെ ഇടപാടുകളായി മാറിയതിന്റെയും അത് കൈകാര്യം ചെയ്തതിന്റെയും എല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായും ഈ അന്വേഷണം ചെന്നെത്തുന്നത് CPM നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സാമ്പത്തികമായ ഇടപാടുകൾ, അവിടെ നിക്ഷേപിച്ച പണത്തിന്റെ ഉറവിടം, ഇതുമായി ബന്ധപ്പെട്ട് ലോണുകൾ പാസ്സാക്കുന്നതിലൂടെ പാർട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അനധികൃതമായി തന്നെയുള്ള ലാഭങ്ങൾ, അനധികൃത വായ്പകൾ നടത്തുന്നതിന് വേണ്ടിയും നൽകുന്നതിന് വേണ്ടിയും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ. കാരണം സതീശൻ അടക്കമുള്ള വിളപ്പായ സതീശൻ എന്ന P സതീഷ് കുമാർ അടക്കം നിരവധി ആളുകൾ ഈ ബാങ്കിൽ നിന്ന് അനധികൃത ലോണുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. PP കിരൺ അടക്കമുള്ള ആളുകൾ അനധികൃത ലോണുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് മറ്റു സ്ഥലങ്ങളിൽ നിക്ഷേപിച്ചും കൊള്ളപ്പലിശയ്ക്ക് പണമായി നൽകിയും എല്ലാം തന്നെ അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയുള്ള ഒരു ബിസിനസ് തന്ത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ തന്നെയായിരുന്നു ഈ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം തന്നെ നടത്തിയിരുന്നത്. ഈ കരുവന്നൂർ സാമ്പത്തിക തട്ടിപ്പിലൂടെ നിക്ഷേപകർക്കുണ്ടായ വൻ സാമ്പത്തിക ബാധ്യതയ്ക്കൊപ്പം വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം ഈ തട്ടിപ്പിന്റെ ഭാഗമായി മാറി നിന്ന ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലയിടത്തും സ്വത്തുവകകൾ
സമ്പാദിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാം ഘട്ട അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഉന്നത നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഈ ഒരു തട്ടിപ്പിന് ആസൂത്രകരായി മാറിയിട്ടുള്ള ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ ഇനി അടുത്ത സമൻസ് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരിക AC മൊയ്തീനാണ്. ഒപ്പം തന്നെ MK കണ്ണനെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും അന്വേഷണ സംഘം. ഇതോടൊപ്പം തന്നെ MM വർഗീസ് അടക്കമുള്ള ആളുകളെ കേന്ദ്രീകരിച്ചു കൂടിയായിരിക്കും രണ്ടാം ഘട്ടത്തിലെ അന്വേഷണം മുന്നോട്ട് പോവുക. അനു, ശരി ജിജീഷ്.